ഹായ് എല്ലാവർക്കും ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളുടെ വീഡിയോയിൽ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പൂന്തോട്ടത്തിൽ നമുക്ക് ഒച്ചിൻ്റെ ശല്യം ഉണ്ടാവാറുണ്ട്. അവയെ അപ്പാടെ തുരുത്താനായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്ത് കൊടുക്കാൻ പറ്റിയ ടിപ്സിനെ കുറിച്ചിട്ടാണ്. വളരെ സക്സസ്ഫുള്ളാണ്. ഞാൻ പലതും ട്രൈ ചെയ്ത് നോക്കിയിരുന്നു. അതിലൊക്കെ ബെറ്ററാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മളുടെ ആമ്പൽ അതുപോലെ താമരയൊക്കെ ഉള്ള പോട്ടിൽ നിറയെ ഒച്ചിൻ്റെ ശല്യം ഉണ്ടാകാറുണ്ട്. കണ്ട് ചെടി അപ്പാടെ നശിച്ചു. താമരയുടെ മുട്ടൊക്കെ മൊത്തത്തിൽ തിന്നവർക്കും ഇലയും ഒക്കെ അതുപോലെ തന്നെ. ഇലയുടെ ബാക്ക് സൈഡിൽ ഞാൻ കാണിച്ചു തരാം. ചിലർക്കൊന്നും അറിയില്ല ഇതിനെക്കുറിച്ചിട്ട്. ഇതാണ് ഇതിൻ്റെ മുട്ട എന്ന് പറയുന്നത്. ഇത് നമ്മൾ പോലും ശ്രദ്ധിക്കില്ല. ഇത് മൊത്തം ചെടി അപ്പാടെ നശിപ്പിച്ച് കളയും. ഇവയെ അപ്പോൾ കൂട്ടത്തോടെ നശിപ്പിച്ച് കളയാൻ പറ്റിയ ഒരു ടിപ്പിനെ കുറിച്ചിട്ടാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കണ്ടില്ലേ, ഇതാണ് ഒച്ച്. നമുക്ക് ഇത് ഒരു വലിയ ടാങ്കിലൊക്കെ ആകുമ്പോൾ നമുക്ക് എങ്ങനെ ഇതിനെ പെറുക്കിയെടുക്കാമെന്നോ അല്ലെങ്കിൽ ഇതെങ്ങനെ നശിപ്പിക്കാമെന്നോ ഒരു ഐഡിയയും കിട്ടത്തില്ല. പിന്നെ നമ്മൾ കെമിക്കലുണ്ട്, തുരിശ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മുട്ട അവർ നശിച്ചു. പക്ഷെ നമ്മളുടെ പോട്ടിനകത്ത് മീനൊക്കെ ഉണ്ടെങ്കിൽ അപ്പാടെ നശിക്കും. അതുപോലെ തന്നെ നമ്മളുടെ ചെടിക്കും ഒക്കെ കേടാണ്. അവയെ അങ്ങോട്ട് ഇട്ട് ഒരു അരമണിക്കൂർ കൊണ്ട് ജസ്റ്റ് എല്ലാം കഴുകി വൃത്തിയാക്കി എടുക്കാനാണെങ്കിൽ തുരിശ് ഉപയോഗിക്കാം. പക്ഷേ അത് നമ്മളുടെ മീനിനും ഒക്കെ ദോഷമാണ്. അപ്പോൾ അതിനേക്കാൾ നല്ലത് നമുക്ക് അതാണ്ട് ഈ ഒരു ടിപ്പൊന്ന് ചെയ്ത് നോക്കുക എല്ലാവരും. ഇത് വെള്ളരിയുടെ പീസാണ് കേട്ടോ. നമ്മളുടെ വീട്ടിൽ ചീത്തയായതുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ നല്ല വെള്ളരി കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ട് ഓരോ പോട്ടിലും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ രാവിലെയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് എടുത്ത് നോക്കാം. അതിന് മുന്നേ ഞാൻ ഒരു പഴയ പാത്രത്തിൽ ഒരു പിടി ഉപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം ബേക്കിംഗ് സോഡ കൂടി ഇട്ട് കൊടുക്കുക. ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഉപ്പ് മാത്രം മതി. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ പാത്രം പുറത്തോട്ട് കൊണ്ടുവന്നിട്ട് നമുക്കൊരു ഐഡിയ ഒന്ന് ചെയ്ത് നോക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിന് അളവൊന്നുമില്ല ഉപ്പിന്. കാരണം നമുക്കിത് ചെടിയിലൊന്നും ഒഴിക്കാനോ അല്ലെങ്കിൽ പൊട്ടിലൊന്നും ഇട്ട് കൊടുക്കാനോ ഒന്നുമില്ല. ഇത് പുറത്തേക്ക് മാറ്റി വെച്ച് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. ഞാൻ ട്രൈ ചെയ്ത് നോക്കി. വളരെയധികം എനിക്കത് നല്ല റിസൾട്ട് കിട്ടി. കണ്ടില്ലേ, നമ്മൾ രാവിലെ ഇട്ട് കൊടുത്ത വെള്ളരിയുടെ ഭാഗത്ത് കുഞ്ഞു കുഞ്ഞ് ആ ഒരു ഒച്ച് വരെ കയറിയിട്ടുണ്ട്. ഇതിനങ്ങനെ ഒരു കഴിവുണ്ട്. ഇതിൻ്റെ ആ ഒരു സ്മെല്ലും ആ ഒരു എന്തോ അറിയില്ല, പെട്ടെന്ന് ഇതിനകത്തേക്ക് കയറും കേട്ടോ. അപ്പോൾ നമുക്കിതെടുത്ത് ഈ ഉപ്പ് ലായനിയിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോഴേ ഉപ്പ് ലായനി എന്ന് വെച്ചാൽ ഇതിൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ്. ഇതിനെ പിടിക്കില്ല. അപ്പോഴേ ഇത് ആ ഒരു വെള്ളരി പീസിൽ നിന്ന് ഇത് വിട്ടുമാറി ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് മൊത്തത്തിൽ ചത്തിട്ടുണ്ടാകും. കണ്ടില്ലേ, നിറയെ ആ ഇട്ട് കൊടുത്ത പീസ് മൊത്തം ഇതിൻ്റെ മാക്സിമം കയറിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ മുട്ടയുള്ള ഒരു ഇലയുണ്ടല്ലോ, അതും ഇതുപോലെ പിച്ചി ഇതിലേക്ക് നമുക്ക് ഈ വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സക്സസ്ഫുള്ളാണ്. ഇല്ലെങ്കിൽ നമുക്ക് വളരെയധികം ഈ ചെടിയൊക്കെ നശിപ്പിച്ച് കളയുന്ന ഒരു ഇതാണ്. കണ്ടില്ലേ, ഇതിൻ്റെ മുട്ട തന്നെ കണ്ടില്ലേ. ഇത് നമുക്ക് ആ വെള്ളത്തിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നശിച്ചു പോകും. ഇല്ലെങ്കിൽ പിന്നെ ഇത് വിരിഞ്ഞ് നമ്മളുടെ ചെടി അപ്പാടെ തിന്ന് നശിപ്പിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തുരിശാണെങ്കിൽ ഒരു നുള്ള് മതി കേട്ടോ. ഓരോ പോട്ടിലും ഇട്ട് കൊടുത്ത ശേഷം കഴുകി വൃത്തിയാക്കിയിട്ട് ടാങ്കിലേക്ക് പിന്നെയും നമുക്ക് പോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. പക്ഷേ ഇത് മീനൊക്കെ ഉണ്ടെങ്കിൽ ചത്തുപോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചെടിക്കൊക്കെ കേടാണ്. കഴുകി എടുക്കാൻ മാത്രമേ തുരിശ് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. ഇതിപ്പോൾ നമുക്ക് ഡയറക്റ്റ് പോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ